ഞാൻ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അയാളുടെ ടോക്സിസിറ്റി കാരണം ഞാൻ ആ ബന്ധം വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ഞാൻ മാരീഡ് ആണ്. 4 വർഷത്തിന് ശേഷം അയാൾ എനിക്ക് മെസ്സേജ് അയക്കുവാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം അയാളുടെ ഒപ്പം ചെല്ലാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മുമ്പ് അവർ പ്രണയിച്ച ടൈമില് ഇന്റിമേറ്റ് പിന്നെ ന്യൂഡ് ഫോട്ടോസ് ഒക്കെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുന്നൊക്കെ. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ല, ദുബായിലാണ്. ഈ പെൺകുട്ടി കുളിക്കുമ്പോ അമ്മായിച്ചൻ ബാത്റൂമിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയതായിട്ട് ഈ പെൺകുട്ടി കാണാനിടയായി. ഹസ്ബൻഡിനോട് പറയണോ, ഹസ്ബൻഡ് വിശ്വസിക്കും ഇങ്ങനെ? അമ്മായിച്ചൻ എന്നെ മോശം രീതിയിൽ നോക്കുന്നത് പോലെ തോന്നുന്നു, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇതിനെപ്പറ്റി ഭർത്താവിനോട് എങ്ങനെ പറയും? എന്റെ 2 ബ്രസ്റ്റ് സൈസ് 2 സൈസാണ്, ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? അണ്ടർആം ഓർഡർ മാറാൻ എന്താണ് ചെയ്യുക? 9ാം ക്ലാസ് മുതലുള്ള റിലേഷൻഷിപ്പാണ്, പ്രണയാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ബോയ് ഫ്രണ്ട് എഫേർട്ട് ഇടുന്നില്ല, ഈവൻ അവൻ ഒരു ജോലിക്ക് പോലും പോകുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കുക, മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ. നിന്റെ ഇത് ഭയങ്കര വലുതാണ്, നിന്റെ ബോഡി ഭയങ്കര വലുതാണ്, നിന്റെ ബ്രസ്റ്റ് വളരെ വലുതാണെന്നൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ട ആൾക്കാരുണ്ടാവും. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ്, കല്യാണത്തിന് ശേഷം അത് തുടർന്നു എന്ന് ഈ പെൺകുട്ടി അറിയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഗേളി ടോക്കിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗേളി ടോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഗേളി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോ അതിന്റെ എന്റേതായ അഭിപ്രായങ്ങളാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. അതിലോട്ട് നിങ്ങളുടെ കുറച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങളൊക്കെ അയച്ചു തന്നാൽ നമുക്കത് ഇതില് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ തുടങ്ങിയേക്കാം. അപ്പോ വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഒരു ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി സെറ്റ് ചെയ്തൊരു എസ്സേ പോലെ അങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ, ഇതൊരു കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള ഒരു ടീനേജ് +2 ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ ചോദ്യമാണ്. ഇവര് 3 പേരുണ്ടായിരുന്നു, 2 പെൺകുട്ടികള് 1 ആൺകുട്ടി. ഇവര് 3 ഭയങ്കര തിക് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് 3 ആൾക്ക് പേരിടാം. മീനാക്ഷി, രാധിക, പിന്നെ അതുല്. മീനാക്ഷി, രാധിക, അതുല്. ഈ മീനാക്ഷിക്കാണെങ്കിൽ അതുലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇവള് വൺ സൈഡ് ആയിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോ ഇവള് ഈ അതുലിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്ന ടൈമിലാണ് അറിയണേ ഇവര് ഓൾറെഡി ഈ രാധിക അതിലും സെറ്റാണെന്ന്. പക്ഷെ ഇവര് ഭയങ്കര തിക് ഫ്രണ്ട് ആണ്. പക്ഷെ ഇവരുടെ ഇടയില് ഇത്ര നാള് ഭയങ്കര തിക് ഫ്രണ്ട് ആണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പോഴാണ് ഇവര് അറിയുന്നത് ഇവര് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ മീനാക്ഷിക്കാണെങ്കിൽ അതിലിനോട് വൺ സൈഡ് ഒരു ലവും ഉണ്ട്. ഇതറിഞ്ഞപ്പോ മീനാക്ഷി ചോദിക്കുകയാണ് എന്താ ചെയ്യണ്ടേ, ഇവരുടെ ഇത് പിരിക്കണോ അതോ എന്താ ചെയ്യാ? ക്ലാസ്സിൽ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല, ഇവര് 3 പേരാണ്, ഭയങ്കര ട്രയോ ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ല നമ്മള്, ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണ പോലെയായിരുന്നു ഇവര്. അതിന്റെ ഇടയിൽ ഓൾറെഡി അതുലിന് ഇഷ്ടമാണ് മീനാക്ഷിക്ക്. പക്ഷെ ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ ഇവര് 2 പേര് ചേർന്നിട്ട് ഇത്തിരി അകറ്റി നിർത്തണ പോലെ. ഇവളുടെ ഇഷ്ടം ഇവനോട് പറയണോ? ഇനി ഓൾറെഡി ഇവര് 2 റിലേഷനിലായെന്ന് മീനാക്ഷി അറിഞ്ഞു. ഇനിയിപ്പോ ഇവളുടെ മനസ്സിൽ ലവിന്റെ കാര്യം അതുലിനോടും രാധികയോടും പറയണോ, അത് ഈ ട്രയോയിൽ നിന്ന് ഇവള് ഇറങ്ങി പോണോ? ഇവര് ആ ഗ്യാങ്ങിൽ നിന്ന് ഇവള് വേർതിരിഞ്ഞു പോണോന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കണേ. എന്താ ചെയ്യാ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദ്യം വന്നേക്കുന്നത്. എനിക്ക് ക്ലാസ്സിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, പിന്നെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ആകെ ഒരു ഒറ്റപ്പെട്ടതുപോലെ ഒക്കെ ഫീൽ ചെയ്യാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ പറയാച്ചാ, ഓൾറെഡി മീനാക്ഷിക്ക് അതുലിന് ഇഷ്ടമാണ്. പക്ഷെ അത് തൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുകയാണ്, വൺ സൈഡ് ആണ്. അതുൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അതുലും രാധിക അവിടെ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. അവരൊരു കപ്പിളായി, അവരൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മീനാക്ഷി പോയിട്ട് അതിനോട് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അതിലൊന്ന് റീതിങ്ക് ചെയ്യും. രാധികയാണോ ബെറ്റർ, മീനാക്ഷിയാണോ ബെറ്റർ? മിക്ക ആൾക്കാരും കപ്പിളായാലും പുതിയൊരു പ്രപ്പോസൽ അവർക്ക് വന്നാൽ അവര് ഫസ്റ്റ് ചെയ്യണ കാര്യം റീതിങ്ക് ചെയ്യില്ല. എന്നിട്ട് പതുക്കെ ഈ രാധികേനെ ചിലപ്പോ ഇവര് കമ്പയർ ചെയ്യുമ്പോൾ മീനാക്ഷിക്കാണ് കൂടുതൽ ഒരു തട്ട് മുകളിലേക്ക് താഴ്ന്നു നിക്കണേ വെച്ചാ
പിന്നെ ഈ രാധികയുടെ കേസ് കട്ടപ്പോകയായിരിക്കും, മീനാക്ഷിനെ ആയിരിക്കും ഇവൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തിനാ ഓൾറെഡി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പ് തകർക്കേണ്ട കാര്യമില്ല. മീനാക്ഷിയുടെ ആ ഒരു ഇഷ്ടം മീനാക്ഷിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ. അപ്പോ അത് പറയാണ്ടിരിക്കുക, ഇവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ടിരിക്കുക. പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പിന്തിരിഞ്ഞു പോണോ എന്നൊരു ചോദ്യം ഉണ്ട്. ഇപ്പൊ മീനാക്ഷിക്ക് അതിനെ ഇപ്പൊ ഒരു ഫ്രണ്ടായി കാണാൻ കഴിയുന്നില്ല. ഒരു ലവ് ആ ഒരു മുഖത്തോട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ വെച്ചാ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം രാധികയും അതിന്റെ ഇടയിൽ മോള് പോയി നിൽക്കുമ്പോ പിന്നെയും അവനോടുള്ള ഇഷ്ടം വരിക, അല്ലെങ്കിൽ ഇവന് എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. പരമാവധി സ്കൂൾ ടൈം അല്ലേ, ഇപ്പൊ പ്ലസ് ടുക്ക് കടന്നിട്ടേ ഉള്ളൂ. ഈ വെക്കേഷൻ കഴിഞ്ഞ നേരെ പ്ലസ് ടുക്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയും ഒരു കൊല്ലം കൂടി നിങ്ങൾക്ക് പ്ലസ് ടു അതിലേക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പുതിയൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, തനിക്ക് ഇഷ്ടത്തിന് ഒരു കൊല്ലം വെച്ചിട്ട് നിങ്ങൾ പ്ലസ് വണ്ണിലത്തെ നിങ്ങൾ ക്ലാസ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ ഏതൊക്കെ തന്റെ വൈബുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ. അങ്ങനെ നോക്കിയിട്ട് കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. ഒരു ഫ്രണ്ടിന് എന്തായാലും കുട്ടിയെ കിട്ടും. ഇനി റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ട്രയോ ആവാണ്ട് നോക്കുക. അഥവാ വേറെ കുട്ടികളോട് ഇഷ്ടം തോന്നുക വെച്ചാൽ പറയാനായിട്ട് ശ്രമിക്കുക. വേറെ രണ്ടുപേര് റിലേഷൻഷിപ്പിലാവണേക്ക് മുമ്പ് തന്റെ ഇഷ്ടം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതായിരുന്നു ഫസ്റ്റ് ചോദ്യം. എന്താലേ, ഓൾറെഡി ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരുടെ ഇടയിൽ വേറൊരു ലവും കൂടി വരുമ്പം അതും ഒരു ടീനേജ്, അത് ഈ പ്രായത്തിലും കോമൺ ആയി വരികയാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ചേച്ചി ഞാൻ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ബട്ട് അയാളുടെ ടോക്സിസിറ്റി കാരണം ഞാൻ ആ ബന്ധം വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ഞാൻ മാരീഡ് ആണ്. 4 വർഷത്തിന് ശേഷം അയാൾ എനിക്ക് മെസ്സേജ് അയക്കുവാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം അയാളുടെ ഒപ്പം ചെല്ലാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മുമ്പ് അവർ പ്രണയിച്ച ടൈമില് ഇന്റിമേറ്റ് പിന്നെ ന്യൂഡ് ഫോട്ടോസ് ഒക്കെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുന്നൊക്കെ. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കണേ. ഇപ്പൊ ആകെ ടെൻഷനാണ്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണെന്നൊക്കെ. പരമാവധി ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് എന്ന് അറിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ തുടരാണ്ടിരിക്കുക. ഇപ്പോ ഈ കുട്ടി മാരിഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷത്തിന് മുമ്പേ കളഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പൊ 4 വർഷത്തിന് ശേഷം ഈ പെൺകുട്ടി മാരീഡ് ആണ്, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരുന്ന ആ ആള്, ടോക്സിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നതും ഇങ്ങോരെ കൂടെ ചെന്നില്ലെങ്കിൽ ഇവരുടെ ഇന്റിമേറ്റ് ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസ് ഒക്കെ റിലീസ് ചെയ്യും, ഭർത്താവിന് അയച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് എന്തായാലും ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇത്തിരി നാളെങ്കിലും ആയിട്ടില്ലേ, എന്തായാലും നിങ്ങളെ പറ്റി ഏകദേശം അറിയുന്ന ഒരു ഭർത്താവായിരിക്കും. അപ്പോ ഇന്നൊക്കെ ഒരു റിലേഷൻഷിപ്പും മാരേജിന് മുമ്പ് ഉണ്ടെന്ന് പറയുന്നതൊക്കെ കോമൺ ആണ്. അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഉണ്ടാവും, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. തനിക്ക് വിശ്വാസമുള്ള ഒരു, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റ് ആവുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ ഭർത്താവിനോട് കാര്യം തുറന്ന് പറയുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്തിരുന്നു, അതൊക്കെ കോമൺ ആണ്. ഇന്ന് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കല്, അവരുടെ അന്നത്തെ കാലത്ത് നല്ല നിമിഷങ്ങളൊക്കെ ഫോട്ടോയിൽ പകർത്തുന്നതൊക്കെ കോമൺ ആണ്. പക്ഷെ അത് ഭർത്താവ് അംഗീകരിക്കും. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. എന്റെ ഭാര്യ പ്രണയിച്ചു, ഇതിനു മുമ്പ് 5-6 റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളായിരിക്കാം, എങ്കിലും ഭാര്യ പ്രണയിച്ചു എന്ന് കേട്ടാ അതാരത്, അതെന്തിനാ പ്രണയിച്ചു, അങ്ങനെ സംശയരോഗമായിട്ട് മുന്നോട്ട് പോകുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട്. അവരാണെങ്കിൽ നിങ്ങൾ ഇത് പറയാനേ നിൽക്കരുത്, വേറെ ആരോടെങ്കിലും പറയാ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഭർത്താവാണ്, ഇതൊക്കെ ഡൈജസ്റ്റ് ആവുമെങ്കിൽ ആ ഭർത്താവിനോട് തന്നെ നിങ്ങൾ കാര്യം പറയാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഉടനടി പോലീസിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് സപ്പോർട്ടിന് ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ സ്വന്തം അച്ഛനോടോ അമ്മയോടോ ഞാൻ നല്ല വിശ്വസിക്കാവുന്ന ഒരു വക്കീലിനെ കണ്ട് പറയുക. ഒരു അഡ്വക്കേറ്റിനെ കാണുക, എന്നിട്ട് പോലീസിൽ പോയി ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ പരാതി രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് അതായത് ഈ മുമ്പുണ്ടായിരുന്ന ആ ടോക്സിക് ആയിട്ടുള്ള വ്യക്തി ഇത് അറിയാന്ന് വെച്ചാൽ മിക്കവരും പേടിച്ചു കൊടുക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയായിട്ട് ചെയ്യാം, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാട്ടോ. അപ്പൊ അതുവഴി, അതായത് നിയമപരമായിട്ട് അങ്ങ് നേരിടുക, അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കരഞ്ഞു പിഴിഞ്ഞ്
ഇരുന്നിട്ട് ഒരു കാര്യം വരാനില്ല. ഓക്കെ, ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ ഇങ്ങനത്തെ കേസിലൊക്കെ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വേറെ ഒരു ചോദ്യം എന്ന് പറയണ്ടേ, ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ചോദ്യം കേട്ടാ. അമ്മായച്ചൻ കുളിക്കുമ്പോൾ ബാത്റൂം ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. ഹസ്ബൻഡ് ദുബായിലാണ്, അമ്മായിമ്മ മരിച്ചു. അങ്ങനത്തെ ഒരു ഫാമിലി, അതായത് അമ്മായിമ്മ മരിച്ചു, ഓൾറെഡി കല്യാണം കഴിയുന്ന ടൈമിൽ ഞാൻ മരിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ്, ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ല, ദുബായിലാണ്. അപ്പൊ ഈ പെൺകുട്ടിയും കുട്ടികളൊന്നുമില്ല. അപ്പൊ ഈ പെൺകുട്ടിയും ആളുടെ അമ്മായച്ചനുമാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. മീൻസ് ഒന്നിച്ച് ജീവിക്കുന്ന പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇപ്പൊ തൽക്കാലത്തേക്കുള്ള ഈ പെൺകുട്ടി ആളുടെ അമ്മായച്ചനുമാണ്. അമ്മായിമ്മ ഓൾറെഡി മരിച്ചു, ഭർത്താവ് ദുബായിലാണ്. അപ്പോ ഈ പെൺകുട്ടി കുളിക്കുമ്പോ അമ്മായച്ചൻ ബാത്റൂമിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയതായിട്ട് ഈ പെൺകുട്ടി കാണാനിടയായി. ഞാൻ ഫീൽ അടിച്ചു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഞരമ്പ് എന്നൊക്കെ പറയാം, പ്രായമാകുമ്പോ ചിലവർക്ക് ഞരമ്പ് രോഗം കൂടുതലും. അപ്പോ എന്താ ചെയ്യണ്ട, ഇങ്ങനെ ഈ കുട്ടിക്ക് ഒന്ന് കുളിക്കാൻ വരെ ഒരു തൊഴിലില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഹസ്ബൻഡിനോട് പറയണോ, ഹസ്ബൻഡ് വിശ്വസിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്നുള്ള ഡൗട്ടിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി ഇത് കേൾക്കുക വെച്ചാ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഹസ്ബൻഡിനോട് പറയണം. ചിലവർക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ അച്ഛനും അമ്മയാണ് ഏറ്റവും പ്യൂർ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളില് ചില അച്ഛന്മാരും അമ്മമാരും അത്ര പ്യൂർ അല്ല. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഇത് തോന്നുകയാണ്, അമ്മായിച്ച് ഇങ്ങനെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയതായിട്ട് കാണുകയാണ്, തോന്നുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായും നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക. ഹസ്ബൻഡിന് പറ്റിയ വെച്ച വല്ല തെളിവുണ്ടാക്കി ഞാൻ കാണിച്ചു കൊടുക്കുക. കാരണം അവർക്ക് അവരുടെ അച്ഛനും അമ്മയും തങ്ങും പൊന്നും കൂടെ ഒക്കെ ആയിരിക്കും. അപ്പം ചിലപ്പോ ഭാര്യനെ തള്ളിക്കളഞ്ഞു, ഭാര്യ ഇങ്ങനത്തെ കേസൊക്കെ പറഞ്ഞാൽ നിനക്ക് വല്ല പ്രാന്താണ്, നിനക്ക് തോന്നിയതായിരിക്കും, വല്ല അനീതായിരിക്കും എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് ഒരു തെളിവോട് കൂടി ഞാൻ കാണിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ഈ ഞരമ്പ് രോഗമൊക്കെ. എന്തായാലും ഹസ്ബൻഡിനോട് പറയാ. ഹസ്ബൻഡ് വിശ്വസിക്കുന്നില്ലെങ്കിൽ 2 ദിവസം വന്ന് കൂടെ താമസിക്കാൻ ഞാൻ പറയാട്ടോ ഹസ്ബൻഡിനോട്. ചിലപ്പോ ഈ ഞരമ്പ് രോഗികൾക്ക് അപ്പോഴും അവരുടെ ഞരമ്പിന്റെ അസുഖം നിർത്താൻ പറ്റില്ല. പിന്നെ ജനലൊക്കെ നന്നായി, ബാത്റൂമിന്റെ ജനാലയൊക്കെ നന്നായി ക്ലോസ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് പറ്റണില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിൽ വെച്ച് കാര്യം തുറന്ന് പറയുക. പ്രശ്നം ഉണ്ടാക്കി വീട്ടിലേക്ക് പൊക്കോളൂ. അപ്പൊ ഭർത്താവ്, ഈ വിശ്വസിക്കാത്ത ഭർത്താവ് താനെ വിശ്വസിച്ചോളൂ എന്നാണ് എന്റെ പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നതായിരിക്കില്ല പല കാര്യങ്ങളും ശരി, കാരണം ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികൾ ഇതിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ഇടാട്ടോ. ഓരോരുത്തരുടെ അഭിപ്രായം ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ ഇതില് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, 4ാമത്തെ ചോദ്യം കേട്ടോ. ഇതൊരു പെൺകുട്ടി ഞാൻ ചോദിച്ചേക്കുന്നതാണ്. ഞാൻ +1 പഠിക്കുന്നത്. ഇത്തവണ ടീനേജുകാര് കുറെ ഉണ്ട് കേട്ടോ. ഞാൻ +1 പഠിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും മദ്യപിക്കും. അമ്മ മദ്യപിക്കുന്ന കാര്യം എന്റെ ലവർ അറിഞ്ഞാൽ അവൻ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് പേടിയാകുന്നു. ഓക്കെ, ഇതിലെന്താ പറയണ വെച്ചാ, ഇതൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത്യാവശ്യം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യും, മദ്യപിക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഈ പെൺകുട്ടി പേടിയും, ഓരോ ലവർ ഇത് അറിയാച്ചാ എങ്ങാനും അച്ഛൻ മദ്യപിക്കുന്നത് ഓക്കെയാണ് കുട്ടിക്ക്, പക്ഷെ അമ്മ മദ്യപിക്കുന്ന കേസ് അറിയാച്ചാൽ അത് ഇങ്ങോരെ ലവർ ഇങ്ങോരെ തേച്ച് കളയോ, ഞാൻ ഉപേക്ഷിച്ചു പോവോന്നൊക്കെ ഭയങ്കര ഡൗട്ട് ആണ് ഈ പെൺകുട്ടിക്ക് കേട്ടോ. അപ്പം ഇപ്പൊ അച്ഛൻ മദ്യപിക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അമ്മ മദ്യപിക്കുന്നതിൽ എന്താണ് ഇഷ്യൂ? അച്ഛന് വേറെ, അച്ഛൻ മദ്യപിച്ച ഒരു കുഴപ്പമില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലവർ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ഫാമിലിയുടെ പോരായ്മകളോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഹാബിറ്റോ ഒന്നും അവർക്കൊരു ബാധകമായിരിക്കുന്നില്ല. നിങ്ങൾ മറിച്ചൊന്നും വെക്കണ്ട. അഥവാ ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായും നേരിടുന്ന ആള് അറിയും. ഒന്നെങ്കിൽ ഈ അച്ഛനോടും അമ്മോടും പറഞ്ഞു നോക്കുക, ഇങ്ങനത്തെ ഇതിലൊന്നും നിൽക്കരുത്, മദ്യപിക്കാണ്ടിരിക്കാൻ, ഞാൻ മദ്യപാനം കുറയ്ക്കാൻ, അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിലുള്ള മദ്യപാനം കുറയ്ക്കാൻ പറയാ. പിന്നെ അഥവാ ഇത് കുട്ടിയുടെ ലവർ ഇത് അറിയാച്ചാ അറിഞ്ഞോട്ടെ, കാരണം അറിഞ്ഞിരിക്കുന്നതാണല്ലോ. ഭാവിയിൽ എന്തായാലും ഈ ലവർ എന്ന് പറയുന്ന ആള് നിങ്ങൾ ഭാവിയിൽ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ സോൾമേറ്റ് ഒക്കെ ആക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരോട് ഇത് പറയേണ്ടതായിരിക്കും നല്ലത്. അഥവാ അറിഞ്ഞിട്ടും നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഉറപ്പുള്ളവരൊക്കെ ആയിട്ട് പിന്നെ എന്തിനാ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്?
നിങ്ങൾ പറയാനുള്ളത് പറയാ, എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പൊക്കോട്ടെ നിൽക്കുക. അതെ, ഇപ്പൊ +1 ഇനിയും ഒരുപാട് സമയമുണ്ട് റിലേഷൻഷിപ്സ് വരാൻ ട്ടോ. അതോർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി, ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് വീണ്ടും മറ്റേ ടൈപ്പ് തന്നെ ഞരമ്പ്. അമ്മായച്ച എന്നെ മോശം രീതിയിൽ നോക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇതിനെപ്പറ്റി ഭർത്താവിനോട് എങ്ങനെ പറയും? ഓക്കെ, അതായത് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയുണ്ട്, പക്ഷെ ആള് ജോലിക്ക് പോവും. ഇങ്ങനൊരു ഹൗസ് വൈഫാണ് കേട്ടോ ഈ പെൺകുട്ടി. അപ്പോ എനിക്ക് തോന്നുന്നു അമ്മായിമ്മേനെ പറ്റിയിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ആള് ഉണ്ടാവില്ല, ഞാൻ മെൻഷൻ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇങ്ങോര അടുക്കളയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പെൺകുട്ടീനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഈ അമ്മായിച്ച എപ്പോഴും പിന്നാലേക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഈ പെൺകുട്ടി ഫീൽ അടിക്കണമുണ്ട്, അമ്മായിച്ച ഈ പെൺകുട്ടീനെ മോശം രീതിയിൽ നോക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തുറിച്ച നോട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഭർത്താവിനോട് പറയേണ്ടത് എന്നൊക്കെയാണ്. ഇങ്ങനത്തെയൊക്കെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ അനുഭവം ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് ഒരു തുറിച്ചുനോട്ടം നേരിടുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് ഉണ്ടല്ലോ ഒരാള് തന്നെ മോശം രീതിയിൽ നോക്കിയാ നമുക്കത് മനസ്സിലാവും. നമ്മളത് അതിങ്ങനെ ആയിരിക്കില്ല, എനിക്ക് തോന്നിയതാണെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ടാവില്ല. നിങ്ങളെ മോശം രീതിയിലാണ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് തോന്നുകയാണെങ്കിൽ അത് മോശം രീതി തന്നെയാണ്. അതിപ്പോ ആരോട് വേണമെങ്കിലും നിങ്ങളെ ഫസ്റ്റ് നിങ്ങളോട് ഭർത്താവിനോട് പറയാ, അവരോട് എന്നിട്ട് പറയാ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, നിങ്ങളൊന്ന് പുറത്തു പോണ പോലെ ഒന്ന് ചെയ്യ്, എന്നിട്ട് നിങ്ങൾ വല്ല ജനലയിൽ കൂടി ഒക്കെ വന്ന് ജനാലയിൽ കൂടി ഒക്കെ നോക്കി നോക്ക്. നിങ്ങൾക്ക് ഈ അമ്മായിച്ചന്റെ ഈ നോട്ടം തന്നെയാണ് ഫീൽ ചെയ്യണ വെച്ചാൽ അത് ഒരു തെളിവോടുകൂടി അങ്ങോട്ട് കാണിച്ച പോലെ ആവില്ലേ. പിന്നെ വേറൊരു കാര്യം ഭർത്താവിനോട് പറയാ, അല്ലെങ്കിൽ ഭർത്താവ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത്തിരി നാള് നിങ്ങൾ രണ്ടാളും കൂടി ഹസ്ബൻഡും വൈഫും കൂടി മാറി താമസിക്കുക. ചിലപ്പോ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കുള്ള കാരണമായിരിക്കും നിങ്ങളോട് അമ്മായിച്ചന് ഇങ്ങനത്തെ ഒരു മോശം കണ്ണ് വരാൻ ചാൻസ്. അല്ലെങ്കിൽ ഉടനടി വല്ല ജോലിക്കും പോയി തുടങ്ങുക കേട്ടോ. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സെൽഫ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് അധ്വാനിക്കുക, സ്വന്തം ആയിട്ട് കാശുണ്ടാക്കുക. അപ്പൊ തന്നെ ഇങ്ങനത്തെ കണ്ണുകൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ കണ്ണുകൾ നമുക്ക് ചുറ്റും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗമാണ്, പിന്നെ ഇങ്ങനത്തെ കണ്ണുകളൊന്നും വരാനും ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും ഒന്നെങ്കിൽ ഒരു ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയാ ഉടനടി വീട് മാറി താമസിക്കുക. പിന്നെ ഇത്തിരി നമ്മുടെ ബോഡീനെ പറ്റിയിട്ടൊരു ചോദ്യമാണ് കേട്ടോ. ചേച്ചി, എൻ്റെ 2 ബ്രസ്റ്റ് സൈസ് 2 സൈസാണ്, ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നൊക്കെ. ഈ ബ്രസ്റ്റ് സൈസ് എന്ന് പറയുന്നത് രണ്ടാണെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ. അപ്പോ എടാ, ഇത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. മിക്കവർക്കും അവരുടെ 2 ബ്രസ്റ്റ് സൈസും 2 ഒരേ വലിപ്പം തന്നെ ആവണമെന്നില്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഭാവിയിൽ ഇത് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ബ്രസ്റ്റ് സൈസിനെ പറ്റി ഞാൻ അങ്ങനെ വെച്ചാ നോക്കട്ടെ, ഒരു വീഡിയോ സെറ്റ് ആക്കാം. ഇനി അടുത്തൊരു ചോദ്യം, അണ്ടർആം ഓർഡർ മാറാൻ എന്താണ് ചെയ്യുക? അപ്പൊ അണ്ടർആമില് പൊട്ട മണമൊക്കെ വരിക, ഇപ്പൊ ഇത്തിരി നന്നായി വേർത്താലൊക്കെ പൊട്ട മണം വരുന്നതൊക്കെ കോമൺ ആണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു മണം അവര് റിലീസ് ചെയ്യും. നമ്മുടെ ബോഡി തന്നെ ഒരു മണം റിലീസ് ചെയ്യും. ഇനി ഈ മണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണ്ടേ, ഭയങ്കര വേർത്ത് നാറ്റാണ്, അങ്ങനെ ഒരു ഭയങ്കര രൂക്ഷഗന്ധാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, സാധാ മണമൊക്കെ നമ്മുടെ ബോഡി സാധാരണ ബോഡിയിൽ വരുന്നതാണ്. അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇനിയിപ്പോ നിങ്ങൾ സ്ലീവ്ലെസ് ഒക്കെ ഇടുകയാണ്, അപ്പോ ഇപ്പൊ നമ്മൾ ബസ്സിൽ ഇങ്ങനെ തൂങ്ങിയൊക്കെ പിടിക്കില്ലേ, ആ ഒരു അവസ്ഥയിലൊക്കെ ഭയങ്കര പൊട്ട മണമാണ് വരുന്നത് വെച്ചാൽ നിങ്ങള് ഡിയോഡ്രന്റ് യൂസ് ചെയ്യാം. പിന്നെ റോളോൺസ്, ഇപ്പൊ നിവിയയുടെ ഒക്കെ റോളോൺസ് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. പിന്നെ ആലം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു വെള്ള കട്ട പോലത്തെ ഒരു സാധനം കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെ സ്ക്രബ്, ഇപ്പൊ കാപ്പിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് കഷത്ത് സ്ക്രബ് ഒക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും വേണ്ടത് കുളിക്കുക. ചിലവരുണ്ട് കുളിക്കാണ്ട് രാവിലെ ഒക്കെ എനിക്ക് സ്പ്രേ അടിച്ച് പഠിക്കാൻ പോവും, ജോലിക്ക് പോവും, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ വേർപ്പ് അടിഞ്ഞു കൂടിയിരുന്നാൽ, ചെളി അടിഞ്ഞു കൂടിയിരുന്നിട്ട് അവിടെ ഒരു രൂക്ഷഗന്ധം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പരമാവധി ഒരു നേരമെങ്കിലും കുളിക്കാനായിട്ട് ശ്രമിക്കുക.
ഡെയിലി കുളിക്കുക കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഈ ഡിയോഡ്രന്റ് റോൾ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്മെല്ല് പരമാവധി ഇന്ന് യൂസ് ചെയ്യുന്ന നാളേക്ക് ഫുള്ള് മാറിയെന്നല്ല, ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കുറവൊക്കെ ഉണ്ടാവും കേട്ടാ. ചേച്ചി, ഞാനും ബോയ് ഫ്രണ്ടും 9ാം ക്ലാസ് മുതലുള്ള റിലേഷൻഷിപ്പാണ്, പ്രണയമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. പ്രശ്നം അതല്ല, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബോയ് ഫ്രണ്ട് എഫേർട്ട് ഇടുന്നില്ല. ഈവൻ അവൻ ഒരു ജോലിക്ക് പോലും പോകുന്നില്ല. ഡെയിലി എക്സ്പെൻസീവ് വരെ അവന്റെ വീട്ടുകാരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരെന്ന് പറയുന്നത് ഒരു ടീനേജ് ടൈമിൽ തന്നെ, ഒരു 9ാം ക്ലാസ് തൊട്ട് തന്നെ ഇവര് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ ആ പെൺകുട്ടി വർക്കിന് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ആൺകുട്ടി എങ്ങോട്ടും പോകുന്നില്ല എന്നാണ് പറയുന്നത്. ആളുടെ ഡെയിലി എക്സ്പെൻസീവ് വരെ, അന്നന്നത്തെ കാര്യങ്ങൾക്ക് വരെ ആളുടെ വീട്ടുകാരാണ് ആൾക്ക് ഫണ്ട്, കാശ് കൊടുക്കുന്നത് ആളുടെ ചെലവിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ഒരു 20 വയസ്സായിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും മാരേജ് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ബോയ് ഫ്രണ്ട് ഒരു ജോലിക്കും പോവാത്ത കാരണം ഈ പെൺകുട്ടിക്ക് ഈ ആൺകുട്ടിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാനും പറ്റില്ല. എന്താ ചെയ്യണ്ടേന്നാണ് ചോദിക്കുന്നത്. അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടാളുടെ ഭാഗത്തുനിന്നും എഫേർട്ട് ഇട്ടിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ഗേൾ എഫേർട്ട് ഇട്ടു, ഗേള് മാത്രം എഫേർട്ട് ഇട്ടാ ഇത് മുന്നോട്ട് പോവില്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരിക. അങ്ങനെ ഒരു ബോയ് എഫേർട്ട് ഇട്ടു, ഗേള് തിരിഞ്ഞു നോക്കിയില്ല, ആളുടെ പാട്ടിന് പോവാച്ചാലും ആ റിലേഷൻഷിപ്പ് അഡാറ് ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ ഈ പെൺകുട്ടി മാത്രമാണ് ഈ എഫേർട്ട് ഇടുന്നത്. ഈ ആൺകുട്ടി ഈ പെൺകുട്ടി ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഈ ആൺകുട്ടിയാണെങ്കിലോ ഒരു ജോലിക്ക് പോവാണ്ട്, ജോലി ഉണ്ടെങ്കിലാണ് മിക്ക പെൺകുട്ടികളുടെ വീട്ടിലും റിലേഷൻഷിപ്പ് ഒന്ന് അംഗീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ആ പെൺകുട്ടിക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ ആൺകുട്ടി എന്ന് പറയുന്നത് തേരാപാര നടക്കുകയാണ്, എഫേർട്ട് ഇടുന്നില്ല. ഈ പെൺകുട്ടി മാത്രമാണ് ഇടുന്നത് വെച്ചാ, എന്റെ മോളെ ഞാൻ പറയാ വെച്ചാൽ ഒന്ന് പറഞ്ഞു നോക്ക്, ഫൈനലായിട്ട് ഒരു ചാൻസ് കൊടുക്കുക. എടാ, നീ എന്തെങ്കിലും ഒരു വർക്കിന് പോയി തുടങ്ങുക, എന്നാലാണ്, എനിക്കിപ്പോ കല്യാണാലോചന വരുന്നുണ്ട്, നീ എന്തെങ്കിലും ഒരു വർക്കിന് പോയി തുടങ്ങുക, എന്നാൽ മാത്രമേ നിന്റെ കാര്യം എനിക്ക് എന്റെ വീട്ടില് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങളൊരു 2 മാസം വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് പോയാൽ ചിലപ്പോൾ ജോലിയൊന്നും സെറ്റാക്കാൻ ആ കുട്ടിക്ക് പറ്റില്ലായിരിക്കും. അപ്പോ ഒരു 2 മാസം വേണ്ട, 1 മാസം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഹാബിറ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല, അവരൊരു ജോലി അന്വേഷിക്കുന്ന പോലും ഇല്ലേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ നോക്കണം കേട്ടോ. അഥവാ ആ കുട്ടി കഷ്ടപ്പെട്ട് ആളുടെ ഒരു ഡ്രീമിനനുസരിച്ചുള്ള ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആള് എങ്ങനെയൊക്കെ അത് നേടിയെടുക്കുമെന്ന് നോക്കാം. പക്ഷെ ഒരു എഫേർട്ട് ഇടുന്നില്ല, ഒരു ജോലി കണ്ടെത്താൻ പോലും ശ്രമിക്കുന്നില്ല, നിങ്ങളുടെ കോളൊക്കെ കാണുമ്പോൾ അവോയ്ഡ് ചെയ്യാണ്, നിങ്ങളെ ബ്ലോക്ക് ചെയ്യാണെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് തുടർന്നിട്ട് കാര്യമില്ല. ആൾക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ആളത് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതത്തേക്ക് കടക്കാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ആളുടെ കുട്ടിക്കളി ആദ്യം മാറും ഇല്ലേ എന്ന് നോക്കിയിട്ട് മാത്രം മോള് ആ റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ഫൈനലായിട്ട് ആൾക്ക് വിളിക്കുക, ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, സംസാരിച്ച് അറിയിക്കുക. എന്നിട്ട് ആള് ഒരു എഫേർട്ടും 1 മാസം സമയം കൊടുക്കുക. ഒരു എഫേർട്ട് ഇടുന്നതായിട്ട് മോൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അടുത്തൊരു ചോദ്യം കേട്ടോ. എനിക്ക് 18 വയസ്സാണ്, ബട്ട് മൈ ബ്രാ സൈസ് ഈസ് 32 DD. ഈ സൈസ് ഓവർ ആണോ എന്ന്, ഇതിനി കുറയോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 18 വയസ്സാണ് ഈ കുട്ടി പറഞ്ഞിട്ട് 32 DD. അതൊന്നും അത്ര വലിയ സൈസ് അല്ല മോളെ. അതിനേറ്റും വണ്ണുള്ള, അതിനെക്കാട്ടും ബ്രാ സൈസ് യൂസ് ചെയ്യുന്ന ഏജിലുള്ള കുറെ പെൺകുട്ടികളുണ്ട്. അതൊന്നും ഒരു വലിയ സൈസ് അല്ല മോളെ. ഇത് ഒത്തൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ശരീരം വ്യത്യസ്തമാണ്. ഇപ്പോ ഒരു സിനിമയില് ഒരു ആക്ട്രസിനെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല നമ്മൾ ഓരോരുത്തരും. നമുക്ക് നമ്മുടേതായ ശാരീരിക പ്രകൃതം ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ കാണപ്പെടുള്ളൂ. അപ്പം അത് നമ്മുടെ കുറ്റമൊന്നുമല്ല, അതാണ് നമ്മുടെ സൗന്ദര്യം. അപ്പം ഇനി ഈ സൈസ് ഓവർ ആണോ ചോദിച്ചേക്കാണ്, അത്ര ഓവർ ഒന്നല്ല, സാധാ സൈസ് തന്നെയാണ് കേട്ടോ.
അല്ലാണ്ട് സിനിമ നടിമാരുടെ പോലെ ഇങ്ങനെ എല്ലും തോലായിരുന്ന മോൾക്കൊരു 30-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അനീമിയ പോലത്തെ അസുഖം വരും. അതിനായിട്ട് നല്ലത് സാധാ ഈ ഒരു ഇതിൽ കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ഇതിന് കുറയോ ചോദിച്ചേക്കാണ്. നമുക്ക് ഹെവി ബ്രസ്റ്റ് ഒക്കെ ഇനി അത് കുറയാനായിട്ട് കുറെ എക്സസൈസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ഡോക്ടറെ സഹായത്തോട് കൂടിയോ ജിമ്മില് ഒക്കെ നോക്കാം. അതുമില്ല, അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ യൂട്യൂബിൽ കുറെ എക്സസൈസ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബില് ഹെവി ബ്രസ്റ്റ് കുറയാനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ അടിച്ചുകൊടുത്താൽ കിട്ടും. അപ്പൊ അത് അത്ര ഹെവി ആയിട്ടില്ലാത്തത് മോള് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. ഡെയിലി ചെയ്താൽ കുറയും. ഇതൊക്കെ നോർമലാണ്. പിന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആദ്യം സ്നേഹിക്കുക. മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ, നിന്റെ ഇത് ഭയങ്കര വലുതാണ്, നിന്റെ ബോഡി ഭയങ്കര വലുതാണ്, നിന്റെ ബ്രസ്റ്റ് വളരെ വലുതാണെന്നൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ട ആൾക്കാരുണ്ടാവും. പക്ഷെ ആദ്യം മോളുടെ ശരീരത്തിനെ സ്നേഹിക്കാൻ പഠിക്കുക. എന്നാൽ മാത്രം മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ, അവരല്ലല്ലോ മോൾക്ക് അരി വാങ്ങി തരുന്നത്. മോൾക്ക് ചോറ് ഉണ്ണാൻ അരി അവരല്ലല്ലോ വാങ്ങി തരുന്നത്. മോളുടെ വീട്ടുകാരാണ്. വീട്ടുകാരെന്ന് പറയുന്നത് എന്താണോ നോക്കാം. വേറെ ആരെയും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. വേറൊരു ചോദ്യമാണ് കേട്ടോ. ആഫ്റ്റർ മാരേജ് മൈ ഹസ്ബൻഡ് ഹാസ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളുണ്ടല്ലോ, മിക്ക ഗേൾസിന്റെ ഒരു കാര്യം പറയാട്ടോ. മിക്ക ബോയ്സും അതെ, കല്യാണം എന്ന് പറഞ്ഞാൽ അതുവരെ അവർക്ക് എത്ര പ്രണയബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, ബിഫോർ മാരേജ് അവർക്ക് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായാലും ആഫ്റ്റർ മാരേജ് എന്റെ ഭർത്താവാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഗേൾസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് കേട്ടോ. കേരളത്തിലുള്ളത് എക്സ്ട്രാ കുറച്ച് 2-3 എക്സ്പെക്ടേഷൻസ് അവിടെ വേറെ ഉണ്ടാവും. എന്നാലും മിക്ക ആൾക്കാരും എന്റെ ഭർത്താവാണ് ദൈവം, ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുക എന്ന് പറഞ്ഞ്, ഭർത്താവിന്റെ ഫാമിലി എന്ന് ഞാൻ പറയുന്നില്ല, ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കണേന്ന് പറഞ്ഞിരിക്കുന്ന ഭാര്യമാരാണ് നമ്മുടെ നാട്ടില് അധികവും. അതിന്റെ ഇടയില് ഇവർക്ക് മിക്ക ഭർത്താവ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാ, ഡെലിവറിക്ക് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ പെൺകുട്ടിയുടെ ബോഡി സ്ട്രക്ചർ ആയിരിക്കില്ല ഉണ്ടാവുക. അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ചാടിയ വയറായിരിക്കും, തൂങ്ങിയ വയറായിരിക്കും. അപ്പൊ അതൊന്നും ഇഷ്ടമില്ലാത്ത കുറെ ഹസ്ബൻഡ്സ് വേറെ ഇത്തിരി കൂടി സൗന്ദര്യമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത് അല്പം കൂടുതലാണ്. പക്ഷെ എന്തിനാണ് ഈ ഭാര്യയുടെ ബോഡി ഇങ്ങനെ ആയിരുന്നു ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെയും കൂടി അംശമുള്ള കുട്ടീനെ വേണ്ടി പ്രസവിച്ച് 10 മാസം ചുമന്ന് ആ ഒരു ബോഡി വെയിറ്റ് കൂടിയിട്ടാണ് ഇവർക്ക് എന്തുണ്ടാവുന്നത്. ഇവരെ ശരീരത്തിന് നിങ്ങൾ കാണാത്ത തരത്തിലുള്ള ആ ഒരു നിങ്ങളുടെ ഒരു സങ്കല്പത്തിലുള്ള ആ സ്ത്രീ സൗന്ദര്യം വരാത്തത്. ഇവര് ഓൾറെഡി അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഈ ഡെലിവറിക്ക് ശേഷമാണ് അവരെ ഭംഗി പോയിക്കുന്നത്. അപ്പൊ അത് അവരുടെ കുറ്റം മാത്രമല്ല, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഫാമിലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡി അങ്ങനെയായിരിക്കുന്നത്. കുട്ടിക്ക് ഫീഡിങ് കഴിഞ്ഞ ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഈ തൂങ്ങിയ വയറഞ്ഞ ഈ അല്പം തടിച്ച ശരീരം കുറയ്ക്കാനുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത ഈ പെൺകുട്ടികളുടെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള ഈ സ്ത്രീകളുടെ ശരീരം പഴയ പോലെ ആവും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ ഇടയിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറെ ഇതില് ഡെലിവറിയുടെ കാര്യമൊന്നും ഈ പെൺകുട്ടിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ ഡെലിവറി ഒന്നും ചെയ്തിട്ടില്ല, കല്യാണത്തിന് ശേഷമാണ് ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ്, കല്യാണത്തിന് ശേഷം അത് തുടർന്നു എന്ന് ഈ പെൺകുട്ടി അറിയുന്നത്. അങ്ങനെ വെച്ചാൽ മോളെ, നീ എന്തായാലും ഇത് നിന്റെ വീട്ടിൽ അറിയിക്കുക കേട്ടോ. ഭർത്താവിനോട് ആദ്യം ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ, നമ്മുടെ മാരേജിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇല്ല എന്നൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായുള്ള റിയാക്ഷൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ രണ്ടും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയാച്ചാ മോളത് ഇട്ടേച്ച് പോക്കും, ഉടനടി ഒരു ഡിവോഴ്സ് കൊടുക്കുക കേട്ടോ. ഇന്നത്തെ കാലത്ത് നമുക്കുണ്ടല്ലോ, മാരേജിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആണ് സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം ജോലി. കാരണം നല്ല ആൾക്കാരുണ്ട്, നിങ്ങളെ പൊന്നു പോലെന്നൊന്നും പറയില്ല, നിങ്ങൾക്ക് രണ്ടാൾക്ക് ഈക്വലായി ഇമ്പോർട്ടൻസ് നൽകുന്ന ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ഒക്കെ സ്ത്രീകളായാലും ഉണ്ട് കേട്ടോ. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനോട് മുന്നോട്ട് പോകുന്ന, അതും കൊണ്ട് പോകുന്ന കുറെ ഗേൾസും ഉണ്ട്. അവരൊക്കെ ആയാലും ഭർത്താക്കന്മാരായാലും പരസ്പരം അങ്ങട് വേണ്ടാന്ന് വെക്കുക. ഇങ്ങനത്തെ കുറെ സൂക്കേടുള്ളവരുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് പറയുക, അതിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ എന്തിനാ ഒരു ഡിവോഴ്സ് ഒക്കെ ചെയ്യുന്നത്? രണ്ടാളുടെയും ജീവിതം പോവും. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര ചെലവുള്ള കാര്യം, ലക്ഷങ്ങളുടെ കളിയാ, ചിലയിടത്തൊക്കെ ഇപ്പൊ കോടികളുടെ കളിയാ. അപ്പൊ
ഇങ്ങനത്തേലൊക്കെ പോവാണ്ടിരിക്കുക. അഥവാ ഇങ്ങനത്തെ കേസ് അറിഞ്ഞ സ്വന്തം വീട്ടിൽ അറിയിക്കുക, വേണ്ടാന്ന് വെക്കുക. അതാണ് എന്റെ അഭിപ്രായം കേട്ടോ. അല്ലാണ്ട് ഇതുമ്മ കടിച്ചു തൂങ്ങി അയ്യോ എന്റെ ഭർത്താവ്, എനിക്ക് ഒരു കല്യാണം വേണ്ട, എന്റെ ഭർത്താവാണ്, അങ്ങോട്ട് വേറെ ബന്ധം ഉണ്ടെങ്കിൽ എന്നെ തല്ലി ചവിട്ടി കൂട്ടിയാലും ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, ആ സാധനം ഒന്നും നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിൽ വിചാരിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യമാണ് കേട്ടോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ 2 വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് മാരേജിലോട്ട് കടന്നു കേട്ടോ. പെണ്ണ് കാണാൻ വന്നപ്പോ അവന്റെ വീട്ടുകാര് ഇവന്റെ വീട്ടുകാര്, അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അല്പം കളറ് കുറഞ്ഞുള്ള പെൺകുട്ടിയാണ്. അപ്പം റിലേഷൻഷിപ്പിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോ ഈ ചെക്കന്റെ ഫാമിലി, അതായത് വീട്ടുകാര് ബന്ധുക്കളൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ കളറിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ പയ്യനും നിന്ന് ചിരിച്ചു. ഈ പെൺകുട്ടി വിചാരിച്ചു വീട്ടുകാരെന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങോരെന്നെ മനസ്സിലാക്കും, ഇങ്ങോരെന്നെ 2 വർഷമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഈ ഫാമിലിയുടെ മുമ്പില് അവര് കളിയാക്കിയപ്പോ ഇങ്ങോരും കൂടെ നിന്ന് ചിരിച്ചു. ഇവരോട് ഈ വീട്ടുകാരോട് പ്രത്യേകിച്ചൊന്നും ഈ ചെക്കൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും കളിയാക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഈ പെൺകുട്ടീനെ എന്റെ കളറിനെ കുറിച്ച് ബോഡി ഷെയിം ചെയ്തു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിലും സങ്കടം, അക്കൂട്ടത്തിൽ കളിയാക്കി ചിരിക്കാൻ അവനും ഉണ്ടായിരുന്നു. എനിക്കിപ്പോ കല്യാണം വേണോന്ന് തന്നെ സംശയമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 2 വർഷമായിട്ട് നിങ്ങള് സ്നേഹിക്കുന്ന ഒരു പയ്യൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഈ ഫാമിലി വന്നപ്പോ അപ്പോ ഈ ചെക്കനും ഈ പയ്യന് നിങ്ങളുടെ കളറൊന്നും ഇഷ്യൂ അല്ല. പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് മുമ്പിൽ ഇപ്പൊ നിങ്ങളെ ഇട്ട് കളിയാക്കുന്ന ആള് വേറൊരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നാൽ നിങ്ങളെ അവിടെ ഇട്ട് വീണ്ടും ചിരിച്ച് തള്ളും, അല്ലെങ്കിൽ ചിരിച്ച് താഴ്ത്തു തന്നെ ചെയ്യും കേട്ടോ. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. എപ്പോ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് തൊട്ടേ നിങ്ങളെ അവരിങ്ങനെ ഈ ഒരു കേസിന് കളിയാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ അവിടെ തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ലൈസൻസ് ആയിരുന്നു അത്. ഇപ്പൊ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കുക. അഥവാ ഈ കളറിനെ പറ്റിയൊക്കെ കളിയാക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിനെ പറ്റിയോ കളറിനെ പറ്റിയോ കാസ്റ്റിനെ പറ്റിയോ ഇതിനൊക്കെ പറ്റി കളിയാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരായിട്ടൊന്നും റിലേഷൻഷിപ്പ് തുടരാണ്ടിരിക്കുക. ചിലപ്പോ ഈ ചെക്കന് ഇഷ്യൂ ഉണ്ടാവില്ല. വീട്ടുകാരാണെങ്കിൽ അഥവാ മാരേജ് പ്രപ്പോസിന് മുന്നോട്ട് പോയാലും കല്യാണത്തിന് ശേഷം അധികം ഈ വീട്ടുകാരായിട്ട് റിലേഷൻഷിപ്പ് വെക്കാണ്ടിരിക്കുക, ഇത്തിരി നീങ്ങി താമസിക്കുക, ജോലിയൊക്കെ വേറെ ജില്ലയിലോ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുക. അപ്പൊ വല്ല ഫംഗ്ഷനില ഇവരെ കാണേണ്ടി വരുള്ളൂ. അഥവാ മോൾക്ക് ഇപ്പോഴും ഈ ചെക്കൻ വീണ്ടും ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാവുക വെച്ചാൽ ഇങ്ങൊരു കളിയാക്കുന്ന മോൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു അവസരം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചോ മോളെ. ഈ കാരണം ഈ ബോഡി ഷെയ്മിങ് ഒരു തവണ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ലൈസൻസ് അവർ വീണ്ടും വീണ്ടും തുടരും. എനിക്കും കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ബോഡി ഷെയ്മിങ്. പക്ഷെ നമ്മൾ ഈ കളിയാക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്കറിയില്ല അവരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ചെയ്യുന്നത് കളിയാക്കുന്നതാന്ന്. അവർ ആ കൂട്ടത്തില് അപ്പോഴത്തെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് എൻജോയ്മെന്റ്, അവരുടെ ഒരു അട്ടഹാസ ചിരിക്ക് വേണ്ടിയിട്ട് അവര് അത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മൾ ഈ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്കാണ് ഒറിജിനൽ സംഭവം അറിയുള്ളൂ എത്രത്തോളം. അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായ അത് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും. അതൊക്കെ അങ്ങനെയാ. അപ്പോ മോൾക്ക് തോന്നുകയാണ് വീണ്ടും മോൾക്ക് ഇതേ അവസ്ഥ വരുന്ന വെച്ചാ കണ്ടിന്യൂ ചെയ്യണ്ട, വേറെ നല്ല ആൾക്കാരെ കിട്ടും. ഇനി വേറൊരു ചോദ്യം എന്താ വെച്ചാ, ചേച്ചി ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഡ്രസ്സ് എടുക്കാനൊക്കെ ഫ്രണ്ടിന്റെ കൂടെ കടയിൽ പോകുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ആ കടയിലുള്ളവരൊക്കെ ഈ പെൺകുട്ടീനെ, ഈ 8ാം ക്ലാസ്സിലുള്ള പെൺകുട്ടീനെ ചേച്ചി എന്നൊക്കെ വിളിക്കുകയാണ് ആ കടയിലുള്ളവരെ. പിന്നെ അവിടെ ഉള്ളവര് ചോദിക്കുകയാണ് ഐ എം സോ സാഡ്. അയ്യടാ സാലടാ. ഇപ്പൊ ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഐഡിയൽ പെൺകുട്ടി എന്ന് പറയുന്നത് ഭയങ്കര മെലിഞ്ഞ് ഞുള്ളികളായിരിക്കുന്ന, അങ്ങനെ ഇത്തിരി വെളുത്ത് മുഖം വെളുത്തിട്ട് സുന്ദരികളായിരിക്കുന്ന പെൺകുട്ടികളാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഐഡിയൽ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അവരിത്തിരി
തടിച്ചു പോയ അവരാരായി? ചേച്ചിമാരായി. പക്ഷെ എനിക്ക് പെൺകുട്ടിയുടെ കാര്യം ചോദിച്ചിട്ട് ഒരു 8ാം ക്ലാസ്സിലായുള്ളൂ. ആ കുട്ടീനൊക്കെയാണ് ചേച്ചി കല്യാണം കഴിഞ്ഞാണോ ഒക്കെ ചോദിക്കുന്നത്. ആ കുട്ടിക്ക് അത്ര 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ 13, 12, 13 ആ ഒരു പ്രായമുള്ള ആ കുട്ടി ഇത്ര കാലം എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പാവം തോന്നുന്നുണ്ടാ. അതല്ലല്ലോ, ഇതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ തള്ളിക്കളയാതെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനും ചെറുപ്പത്തിൽ ഞാൻ മെലിഞ്ഞിട്ടുള്ള ആളല്ല, ഞാൻ പക്ഷെ പൊണ്ണത്തടിയുള്ള ആളും ആയിരുന്നില്ല. പക്ഷെ എന്നെയൊക്കെ പോകുമ്പോ ഈ എനിക്ക് അവരെ കണ്ടറിയാം, അവർക്ക് എന്നെക്കാട്ടും പ്രായമുള്ള ചേച്ചിമാരാണെന്നൊക്കെ. എന്നാലും അവര് നമ്മളെ കയറി ചേച്ചി ഈ ഡ്രസ്സ് വേണോ, ചേച്ചി ഈ ഡ്രസ്സ് വേണോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അത് അവർക്ക് മനസ്സുഖം കിട്ടുന്നതാണോ എന്താണോ കാര്യം ഒന്നും എനിക്കറിയില്ല. പരമായി തള്ളിക്കളയെ. ഇവരൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോൾക്ക് അത്ര ബുദ്ധിമുട്ടാച്ചാ കടയിൽ കയറാണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ മിക്കവരൊക്കെ മാഡം മാഡം എന്നാ വിളിക്കണം തുണിക്കടയിൽ. അതൊന്നും ഇഷ്യൂ വരുന്ന കാര്യമല്ല. സാരില്ലേ മോളെ, വിട്ടുകള. പല കാര്യങ്ങളുണ്ടല്ലോ, അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോ നമ്മളിപ്പോ മൂന്നാമത് ഇപ്പോ ഒരു ഇഷ്യൂ തന്നെ വരികയാണ്. ഇപ്പോ ഒരു പ്രളയം വന്നു, അതിപ്പോ ഒഡീഷയിലാണ് ആ പ്രളയം വന്നേച്ചാൽ ഒഡീസക്കാർക്ക് ആ ബുദ്ധിമുട്ട് അറിയുള്ളൂ. കേരളത്തിൽ പ്രളയം വരുന്നവരെ നമുക്ക് എന്താണ് പ്രളയം എന്നറിയില്ല. നമുക്ക് അത് വന്നപ്പോഴാണ് 2018 പ്രളയം വന്നപ്പോഴാണ് നമ്മൾ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് നേരിട്ട്. അതുപോലെ ഓരോ ഇഷ്യൂ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇപ്പൊ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കണവർക്ക് അതൊരു ന്യൂസ് ആയിരിക്കാം, അതറിഞ്ഞ് ഇത്തിരി നേരത്തെ ഒരു എൻജോയ്മെന്റിന്റെ കാര്യമായിരിക്കാം. പക്ഷെ ഒറിജിനൽ അത് അനുഭവിച്ചവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തോ എനിക്ക് പറയാൻ തോന്നി. ഇനി വേറൊരു ചോദ്യം വന്നേക്കാണ് കേട്ടാ. നമ്മൾ ഇത്രയേറെ ഇതിൽ സീരിയസ് ആയിട്ടല്ലേ പോയിരുന്നത്, ഇത്തിരി റിലാക്സിങ് ആയുള്ള ചോദ്യമാണ്. ചേച്ചി ബെസ്റ്റ് ടൈം ഫോർ ലവ്, പ്രേമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാന്നാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ സമയം എന്നൊക്കെ പറയാച്ചാ, ഇപ്പൊ മൂവിയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്ന് തോന്നുന്നത്? നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. സിനിമയിൽ പല മോട്ടിവേഷൻസും പല കാര്യങ്ങളും നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് തണ്ണീർമത്തൻ ദിനങ്ങള് ആ സിനിമ ഇറങ്ങിയ ടൈമിൽ +2 റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു ചാകരയായിരുന്നു എന്നൊക്കെ പറയാട്ടോ. അതുപോലെ തന്നെ ഹൃദയമൊക്കെ ഇറങ്ങിയ സമയത്ത് പിന്നെയും ഒരു കോളേജ് റിലേഷൻഷിപ്പിനെക്കാട്ടും മാരേജിലുള്ള ആ ഒരു ലവിന്റെ ഒരു സോഴ്സ് ഓഫ് ലവ് കൂടുതലായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടീനേജ് ടൈമിൽ നമുക്ക് 4ാം ക്ലാസ്സിലൊക്കെ പ്രേമം ലവ് ലെറ്റർ ഒക്കെ ഉണ്ട് കേട്ടാ, എനിക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ടീനേജ് ടൈമിലൊക്കെ നമുക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ടീനേജിലൊക്കെ മൂവി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് നമുക്ക് ഈ പ്രേമത്തിനെ കുറിച്ച് എനിക്കൊരു ലൈൻ വേണം എന്നൊക്കെ തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ലവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈം എന്നൊക്കെ പറയുന്നത് ഈ ആഫ്റ്റർ ടീനേജ് ആയിരിക്കും. അതായത് നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 22, 23 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സിന് ശേഷം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു 1ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ടീച്ചർ ചോദിക്കുകയാണ്, മോളെ എന്താവാനാണ് ആഗ്രഹം ചോദിച്ചാൽ ആ കുട്ടി പറയും, എനിക്ക് ആനപ്പുറത്ത് കയറാനാണ് ഇഷ്ടം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ടീച്ചർ ചോദിച്ചപ്പോൾ കുറെ കുട്ടികൾ പറയാം, എനിക്ക് ബസ് കണ്ടക്ടർ ആവാനാണ് ഇഷ്ടം. കാരണം എന്താ, എല്ലാവരുടെയും കാശ് കളക്ട് ചെയ്ത് എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടായി, റോഡിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടായി, ആ ബ്ലോക്കൊക്കെ മാറ്റുന്ന ആളാണ് ആര്, ഈ കണ്ടക്ടർ. ഇറങ്ങിപ്പോ അങ്ങനെ. പിന്നെ ബസ് ഡ്രൈവർ ആവാൻ, അതായത് ഇത്ര ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ ഡ്രൈവർ, ലോറി ഡ്രൈവർ ആവാൻ ഇഷ്ടമുള്ള പിള്ളേര്. അതുപോലെ തന്നെ ആനപ്പുറത്ത് കയറാൻ ഇഷ്ടമുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടാ. കാരണം അവര് പൂരത്തിന്റെ മെയിൻ അട്രാക്ഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെ ഇതേ കുട്ടികള്, എന്റെ ഒക്കെ 1ാം ക്ലാസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് പോലീസ് ആവുക, അങ്ങനെയൊക്കെ. അതാവുമ്പോ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ മെയിൻ വണ്ടിക്കെടുത്ത് ഒരു റെസ്പെക്ട് ആയിരുന്നു ആ യൂണിഫോം ഒക്കെ. അത് കഴിഞ്ഞ് ഒരു 5ാം ക്ലാസ്സിലൊക്കെ ആയിരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവരുടെ ഡ്രീം വേറെ ആയിരിക്കും. എനിക്കൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ ജേർണലിസ്റ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10th ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴാണ് ഒരു +2 ആഫ്റ്റർ +2 ആണ് എനിക്ക് തോന്നിയത്
എനിക്ക് ടീച്ചിങ് നല്ല അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ട്യൂഷൻ നന്നായി എടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ടീച്ചിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഴിവുണ്ടെന്നൊക്കെ ആഫ്റ്റർ +2 എന്റെ ടീനേജിന് ശേഷമാണ് ഞാൻ മനസ്സിലായത്. ടീനേജിന്റെ അവസാന കാലഘട്ടത്തിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷൻ നമ്മൾ സ്വീകരിക്കൂലോ, ഒരു 20-21 നമ്മൾ ഉറപ്പിക്കും നമുക്ക് ഇതിലോട്ടാണ് പോകേണ്ടത്, നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ആവുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ മാരേജിലോട്ടും അത് കഴിഞ്ഞുള്ള മാരേജിന് ശേഷവും നമുക്ക് കുറേ വർഷം ഒന്നിച്ച് ജീവിക്കാനുള്ള ആ ഒരു ലോങ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ നയിക്കുക. അല്ലാത്തൊക്കെ +2 റിലേഷൻഷിപ്പ് ഒക്കെ +2 കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന കുറെ പ്രേമങ്ങളുണ്ട്. അപ്പൊ ഒരു ഡിഗ്രി കാലഘട്ടത്തില് അങ്ങനെ ഒരു ഡിഗ്രിക്ക് ശേഷം ഒരു 22-23 വയസ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ആവുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫ് ലോങ്ങിലോട്ടുള്ള ആ സോൾമേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ആളായിരിക്കും കേട്ടോ. അപ്പൊ പ്രേമിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു 22-23 വയസ്സാണ് കേട്ടോ. അതും കഴിഞ്ഞും വേണമെങ്കിൽ സെറ്റ് ആവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ +2 സെറ്റ് ആയത് കുറെ പേര് മാരേജിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് അവരുടെ ലൈഫ് ഗോൾ അവർ ചെറുപ്പത്തിലേ സെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. നിങ്ങൾ അതിന് ചിന്തിച്ചു നോക്ക് കേട്ടോ. നിങ്ങളുടെ ആരെങ്കിലും +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ സ്കൂൾ ടൈമിലുള്ള ലവേഴ്സ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഗോൾ അവർക്ക് ചെറുപ്പം തൊട്ടേ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അത് ഇത്ര നാള് ചേഞ്ച് ആവാണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം അല്ലെ. ഞാനും ലവറും തമ്മിൽ 10 വയസ്സാണ് ഏജ് ഗ്യാപ്പ്. സോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, പണ്ടൊക്കെ അറേഞ്ച് മാരേജിൽ ഈ 10 വയസ്സൊന്നും ഒരു വയസ്സായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ മക്കളെ, വീട്ടില് നിങ്ങളുടെ ഏജ് ഗ്യാപ്പ് നോക്കും. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു 80 വയസ്സായ മരിച്ചു പോകും. പക്ഷെ ഈ പെൺകുട്ടിക്ക് അപ്പോഴും എത്ര വയസ്സായി ഉണ്ടാവുള്ളൂ? 70 വയസ്സായി ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കി 10 കൊല്ലം 80, 75 ഈ 5 കൊല്ലം ഈ പെൺകുട്ടി തന്നെ ജീവിക്കണം. അപ്പൊ വീട്ടുകാർ ഇപ്പൊ കൺസേൺ നോക്കുകയാണ്. അത് മാത്രമല്ല, ഈ 10 വയസ്സ് ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോഴേ വീട്ടുകാര് മിക്ക ബോയ്സും ഇപ്പോഴത്തെ കാലഘട്ടം ഞാൻ പറയാച്ച എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാ, ഇപ്പൊ 30 വയസ്സുള്ള ഒരാള് ഇത്ര കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ജനറേഷൻ ആയിരിക്കില്ല 20 വയസ്സുള്ള പെൺകുട്ടിയുടെ ജനറേഷൻ എന്ന് പറയുന്നത്. അവര് ഒന്നും കൂടി കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് ആ പെൺകുട്ടി സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ രാത്രി നടക്കാൻ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഈ 30 വയസ്സുള്ള ആളെന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും. കാരണം ഇത്ര ഓണം ഉണ്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ആളുണ്ടായിരിക്കാം. ആള് കണ്ടപ്പോ ആളുടെ ഫ്രണ്ട്സൊക്കെ ആള് കണ്ട ലൈഫിൽ ഈ ഭാര്യ എന്ന് പറയുന്ന കുട്ടീനെ ഈ ലവറിനെ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര അതായത് പൊതിഞ്ഞു കൊണ്ടു നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ മോഡലിലായിരിക്കും നോക്കിയത് കണ്ടേക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഭയങ്കര ഇൻഡിപെൻഡൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന പെൺപിള്ളേരാണ്. അപ്പം വീട്ടുകാരും അത് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അവർക്ക് ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഭയങ്കര ഏജ് ഗ്യാപ്പ് ആണ്, സമ്മതിക്കാൻ വലിയ ഭാവിയിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പില് അതിയായുള്ള വിശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് അത് ഭാവിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാണ്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കുക. വീട്ടുകാര് നമ്മൾ വിചാരിക്കും കേട്ടോ, വീട്ടുകാരെ അംഗീകരിക്കില്ല, എന്റെ റിലേഷൻഷിപ്പ് വീട്ടുകാരെ അംഗീകരിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ ആ സ്നേഹം എന്താന്ന് പ്രൂവ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഒളിച്ചോടാനോ രജിസ്റ്റർ മാരേജ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. കാരണം അവര് നിങ്ങൾ ഇത്ര കൊല്ലം വളർത്തിയ അച്ഛനും അമ്മയാണ്. അതും കൂടി ഓർത്ത് തീരുമാനിക്കുക. അത്യാവശ്യം സമയമായില്ലേ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ചേച്ചി, ഞാൻ ലവറിനേക്കാൾ 1 വയസ്സ് മൂത്തതാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാനും ലവറും 1 വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ, ഭാവിയിൽ പ്രശ്നം വരും. ഓക്കെ, ഇപ്പൊ ഗേളും മൂത്തതാവണം ബോയും മൂത്തതാവണം അതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഇപ്പൊ പ്രിയങ്ക ചോപ്രയും നിക്കും തമ്മില് പ്രിയങ്കയാണ് മൂത്തത്, നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിൽ നോക്കുക വെച്ചാൽ നയൻതാരയാണ് മൂത്തത്. അവിടെ ഈ മൂത്തത് ചെറുത് അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് ഇഷ്യൂ ഇല്ല കേട്ടോ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഇഷ്യൂടെ ചോദിച്ചാൽ പണ്ടും ഭാര്യമാരും മൂത്തവരും ഭർത്താക്കന്മാര് ഇളയര് 1 വയസ്സൊക്കെ വ്യത്യാസമുള്ള ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും മൂത്ത പെൺകുട്ടി താഴെയുള്ള
ഹസ്ബൻഡ് അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക. എന്റെ ഫാമിലിയിൽ എനിക്ക് അങ്ങനെ അറിയാട്ടോ. പണ്ട് ഒരു അറേഞ്ച് മാരേജ് നടന്ന അങ്ങനെ ഇപ്പോഴും അതൊന്നും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. ഇപ്പൊ അത് കോമൺ ആണ്. പിന്നെ 1 വയസ്സൊക്കെ അല്ലേ മൂത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വൈബാണ്, ഇഷ്യൂ ഇല്ല എന്ന് വെച്ചാ നിങ്ങൾ പോവാ. പിന്നെ ആരും നിനക്ക് ഇത്ര വയസ്സാണ്, നിങ്ങളത് ഇത്ര താഴ്ന്നതാണ് അങ്ങനെയൊന്നും പറയാൻ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും പറയുന്നില്ല. നിങ്ങൾ പിന്നെ പാടിയൊന്നും നടക്കില്ലല്ലോ, എനിക്ക് ഇത്ര വയസ്സായി, അവന് ഇത്ര വയസ്സായോ, അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ഇഷ്യൂ ഇല്ല. ഒക്കെ നമ്മുടെ മനസ്സിന്റെ ആന്ന് പറയില്ലേ. അതുപോലെ സച്ചിൻ തെണ്ടുൽക്കറും ഭാര്യയും അഞ്ജലിയും, എനിക്ക് കൃത്യമായിട്ട് പേരറിയില്ല കേട്ടോ, അവരും അതായത് സച്ചിനാണ് താഴെ, ഭാര്യയാണ് മൂത്തതെന്നൊക്കെ ഞാൻ ഒരു കിംവദന്തി കേട്ടിട്ടുണ്ട്. അതൊന്നും ഇഷ്യൂ അല്ല കേട്ടോ. പിന്നെ പണ്ടെന്നൊക്കെ പറയുമ്പോ ആണുങ്ങളെ നമ്മൾ മൂത്തത് കെട്ടിയോർന്നത്. അന്നത്തെ ഒക്കെ ആണുങ്ങളായിരുന്നു പുറത്തുപോയി ജോലി ചെയ്ത് ഫുഡും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ആണുങ്ങളും വീട്ടുപണി എടുക്കുന്നത് ഗേൾസും ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഇത്തിരി കൂടി മെച്യൂർ ആയിട്ടുള്ള ആൾക്കാര്, അതായത് കല്യാണം കഴിയുമ്പോഴേക്കും ആള് പണിക്ക് പോയി തുടങ്ങണം, അങ്ങനത്തെ ആളായിരുന്നു. അപ്പൊ ഇത്തിരിയും കൂടി മൂത്ത ആളെ കെട്ടി എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് 2 ആൾക്കാരും പണിക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ ഭർത്താവ് മാത്രം പോയി വേണ്ട, ഭാര്യ വീട്ടിലിരുന്നിട്ട് വേണ്ട ഫുഡൊക്കെ പണം സമ്പാദിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂല് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ മൂത്തതാണ്, മോള് വിഷമിക്കൊന്നും വേണ്ട, ആ പയ്യനോടും പറഞ്ഞേക്കുക, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു 15 ചോദ്യം പറഞ്ഞു അല്ലേ. വീഡിയോ ഇത്തിരി ലെങ്തി ആണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മുടെ ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോ അത് ചിലപ്പോ ലോങ് ആയി പോകാം, അതെന്റെ കുഴപ്പമായിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും. എന്റെ ചോദ്യങ്ങളൊന്നും കഴിഞ്ഞില്ലേ, നമുക്ക് അപ്പൊ എന്തായാലും പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വേണം. ഞാൻ ഇപ്പോ തുടർന്ന് ഇട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഇതെന്റെ ചിന്താഗതിയാണ്, എന്റെ ചിന്താഗതി ആയിരിക്കില്ല ഈ കാണുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സ് അങ്ങോട്ട് നിറച്ചേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വേണമെങ്കിൽ വീണ്ടും ചാനലിൽ നമ്മുടെ ഇതേപോലത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ അതൊക്കെ കോമൺ ആണ്. ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ വിഷമങ്ങൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്റെ ഇമെയിൽ ID കൊടുത്തേക്കാം കേട്ടോ. അതിന് നിങ്ങളുടെ സാധനം അയക്കുക. അതാവുമ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും ആരും അറിയില്ല, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ പേരും ഒന്നും മെൻഷനും ചെയ്യില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ ചെയ്യുള്ളൂ. അപ്പോ അടുത്ത വീഡിയോ വരേക്കും ഉടനടി ഞാൻ ഇടാട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരേക്കും ബൈ ഗൈ, ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ.